ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് അണ്ണൻ. നമ്മളിന്ന് കാണാൻ പോകുന്നത് TPA3116D2 എന്ന ചിപ്പ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ്. ഇതൊരു ആൾ ഇൻ വൺ ആംപ്ലിഫയർ. എന്താണ് ആൾ ഇൻ വൺ ആംപ്ലിഫയർ എന്ന് പറഞ്ഞു വെച്ചാൽ ഇതിൽ ബ്ലൂടൂത്ത്, USB, FM എല്ലാം ഇതിൻ്റെ ബോർഡിൽ തന്നെ ഇൻബിൽട്ട് ആണ്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ബോർഡ് അതിന് വേണ്ടി വെക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഒന്നോ രണ്ടോ ബോർഡുകൾ നിങ്ങൾക്ക് വെക്കേണ്ടി വരും, പക്ഷേ ഇത് അതിന് വേണ്ടി ആവശ്യമില്ല. ഇതെല്ലാം തന്നെ ഇതിൽ ഇൻബിൽട്ട് ആണ്. പിന്നെ ഇതിനെയെല്ലാം നമുക്ക് ഒരു റിമോട്ട് ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ റിമോട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മോഡ് മാറ്റാം, ഇതിൻ്റെ സൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, പാട്ടുകൾ ചേഞ്ച് ചെയ്യാം. അങ്ങനെയെല്ലാം നമുക്ക് ഇതിൻ്റെ റിമോട്ട് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഓൾ ഇൻ വൺ ആംപ്ലിഫയർ ബോർഡാണ് നമ്മളിന്ന് കാണുന്ന TPA3116D2 ബോർഡ്. അപ്പോൾ ഈ ബോർഡ് ഞാൻ നേരത്തെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ബോർഡിനെ പറ്റി ഞാൻ വിശദമായിട്ട് പറഞ്ഞില്ല. അതിൽ ഞാൻ നമ്മളെങ്ങനെയാണ് പഴയൊരു സ്പീക്കേഴ്സ് ബ്ലൂടൂത്ത് സ്പീക്കറാക്കി മാറ്റുന്നതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് പറയാം. ഇത് ഞാനിപ്പോൾ റീസെൻ്റായിട്ട് വാങ്ങിച്ച ബോർഡാണ്. ഇപ്പോൾ അടുത്ത് തന്നെയാണ്, ആക്ച്വലി ഇന്നലെയാണിത് വന്നത്. അപ്പോൾ ഇതിൻ്റെ ചിപ്പിനെ പറ്റി പറയുമ്പോൾ TPA3116 ഒരു ക്ലാസ് D ആംപ്ലിഫയർ ആണ്. അപ്പോൾ ക്ലാസ് ഡി ആംപ്ലിഫയർ വളരെ എഫിഷ്യൻ്റ് ആണ്. ഇത് നമുക്ക് 50+50 വാട്ട്സ്, രണ്ട് ചാനലിൽ 50+50 വാട്ട്സ് 4 ohm സ്പീക്കറിലേക്ക് കിട്ടും. നമ്മൾ പവർ സപ്ലൈ ആയിട്ട് യൂസ് ചെയ്യേണ്ടത് 21 volts ആണ് അതിന് വേണ്ടത് ഏകദേശം. അപ്പോൾ നമുക്ക് ഒരു സിംഗിൾ റെയിൽ പവർ സപ്ലൈ ആണ്, പോസിറ്റീവും നെഗറ്റീവും മാത്രം മതി. അപ്പോൾ നമുക്ക് USB ഡിസ്ക് പ്ലേ ചെയ്യാം. USB ഡിസ്കിൽ നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ നമുക്കിതിൽ നമ്മുടെ FLAC ഫയൽസ്, MP3 ഫയൽസ്, വേവ് ഫയൽസ്, WMA ഫയൽസ്, അങ്ങനെ എല്ലാ ടൈപ്പ് ഫയൽസും നമുക്ക് ഇതിലും നമ്മുടെ USB-യിലും നമ്മുടെ ഡിസ്കിലും, നമ്മുടെ ഡിസ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മെമ്മറി കാർഡിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഇതിന്. പിന്നെ നമുക്ക് ഇതിലെ മോഡ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കിട്ടും, FM മോഡിലേക്ക് കിട്ടും. FM യൂസ് ചെയ്യണമെങ്കിൽ നമ്മളിതിന് ഒരു FM ആൻറ്റനയ്ക്ക് ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് ഒരു വയർ സോൾഡർ ചെയ്ത് പുറത്തേക്ക് കുറച്ച് നീളത്തിലിട്ട്, നിങ്ങളുടെ വീട് അഥവാ FM സ്റ്റേഷൻ്റെ അടുത്തല്ലെങ്കിൽ നിങ്ങളൊരു വയർ സോൾഡർ ചെയ്തിട്ട് ഒരു ആൻറ്റിന പോലെ യൂസ് ചെയ്യേണ്ടി വരും. എന്നാലാണ് നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള FM റിസപ്ഷൻ കിട്ടുകയുള്ളൂ. പക്ഷേ വൺസ് അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിയുള്ള FM റിസപ്ഷനാണ്. ഒരു പൊട്ടലോ പതറലോ ചീറ്റലൊന്നുമില്ല. അതുപോലെ തന്നെ ബ്ലൂടൂത്തിനും ഇവിടെ ബ്ലൂടൂത്തിൻ്റെ ആൻറ്റിന ഉണ്ട്. ഈ ഇൻബിൽട്ട് ആൻറ്റിനകൾ കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 4-5 മീറ്റർ വരെയൊക്കെ എനിക്ക് കറക്റ്റ് കിട്ടുന്നു. വേറെ റൂമിൽ വരെ ഞാൻ പോയിട്ട് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇവിടെ നിന്നും നമുക്ക് വേണമെങ്കിൽ ഒരു ഇത് സോൾഡർ ചെയ്തിട്ട്, വയർ സോൾഡർ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസപ്ഷൻ തന്നെ ഇതിൽ കിട്ടും. പിന്നെ ഇതിൻ്റെ കണക്ഷൻസ് വളരെ കുറവാണ്. നമുക്ക് മെയിൻലി വരുന്ന കണക്ഷൻസ് 2 സ്പീക്കർ കണക്ഷൻസ്, ഇത് 2 സ്പീക്കറിലെ ഔട്ട്പുട്ട്സാണ്. പിന്നെ ഇതിൻ്റെ പവർ സപ്ലൈ കണക്ഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള 12 വോൾട്ടോ അല്ലെങ്കിൽ 20 വോൾട്ടോ 19 വോൾട്ടിൻ്റെ ഒരു പവർ സപ്ലൈ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഇതിൻ്റെ വളരെ നല്ല ക്ലാരിറ്റിയുള്ള സൗണ്ടാണ് വരുന്നത്. യൂഷ്വലി TPA316ൻ്റെ എല്ലാം നല്ല ക്ലാരിറ്റിയാണ്. പക്ഷേ ഈ പർട്ടിക്കുലർ ബോർഡിൻ്റെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ നല്ല ക്ലാരിറ്റിയുള്ള സൗണ്ടാണെന്നുള്ളതാണ്. നമുക്ക് നല്ല എഫക്റ്റാണ് ഇതിൻ്റെ സൗണ്ട്. ബേസും അതിൻ്റെ ഹൈ ഫ്രീക്വൻസിയും എല്ലാം വളരെ നല്ല പെർഫോമൻസാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കണക്ഷൻസിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് ഞാൻ വർക്ക് ചെയ്ത് കാണിച്ചു തരാം. ആദ്യം നമ്മൾ പവർ സപ്ലൈ കണക്ട് ചെയ്യാൻ പോവുകയാണ്. പവർ സപ്ലൈ കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിയിൽ നമുക്ക് കാണാം VCC എന്നും GND എന്നും. അപ്പോൾ ഈ VCC എന്നതിൽ പോസിറ്റീവ് കണക്ട് ചെയ്യുക, GND എന്നതിൽ ഗ്രൗണ്ട് കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പവർ സപ്ലൈ കണക്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് ബ്ലാക്കും ഇതിൻ്റെ പോസിറ്റീവ് റെഡും ബ്ലാക്കും തമ്മിൽ മാറിപ്പോവാതെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീക്കർ കണക്ഷൻ കൊടുക്കുമ്പോഴും ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്, ഇപ്പോൾ ഇത് ലെഫ്റ്റ് സ്പീക്കേഴ്സാണ്, ഇത് റൈറ്റ് സ്പീക്കേഴ്സാണ്. അപ്പോൾ അതിൻ്റെ കണക്ഷൻ കൊടുക്കുമ്പോഴും അവിടെ ഒരു പോസിറ്റീവും നെഗറ്റീവും കാണാം. അപ്പോൾ അതും മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ അത് മാറാതെ തന്നെ കണക്ഷൻസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്പീക്കർ കണക്ഷൻ കൊടുക്കുകയാണ്, ലെഫ്റ്റിൽ കൊടുത്തു. അപ്പോൾ നമ്മുടെ കണക്ഷൻസ് പൂർത്തിയാക്കി. വളരെ ഈസിയാണ് കണക്ഷൻസ്. നമുക്ക് ഈ 3 കണക്ഷൻസ് മാത്രം കൊടുക്കേണ്ട കാര്യമുള്ളൂ. അതും സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വളരെ ഈസിയാണ് ഇതിൻ്റെ ബിൽഡിങ് വരുന്നത്. ആർക്കും ചെയ്യാവുന്ന ഒരു ബ്ലൂടൂത്ത് ബോർഡാണത്. അപ്പോൾ നമുക്കിതിന് പവർ സപ്ലൈ കൊടുത്തിട്ട്, അപ്പോൾ പവർ സപ്ലൈ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ASUS ലാപ്ടോപ്പിൻ്റെ സപ്ലൈ ആണ്. അറൗണ്ട് 19 volts ആണ് ഇത് കൊടുക്കുന്നത്, പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് നോക്കാം.
അപ്പോൾ നിങ്ങളൊരു സൗണ്ട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു LED കത്തുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. ആ സൗണ്ട് കേട്ടതിൻ്റെ അർത്ഥം ഇത് ഓണായി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് പാട്ട് നമുക്കിതിൽ പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ മൊബൈൽ എടുത്തിട്ട് അതിൻ്റെ ബ്ലൂടൂത്ത് സെറ്റിങ്സിൽ പോവുക. അപ്പോൾ ബ്ലൂടൂത്ത് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിൽ ആൾറെഡി ഉള്ള ബ്ലൂടൂത്തിനെ പറ്റി കാണാം. അപ്പോൾ നമ്മളുടെ ഇത് റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ബ്ലൂടൂത്ത് ബോർഡ് അത് ഡിറ്റക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ബോർഡ് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ ഓഡിയോ എന്നുള്ളതാണ് അതിൻ്റെ ഇത്. അപ്പോൾ നമുക്കതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇതിപ്പോൾ കണക്റ്റഡായി, ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് കണക്റ്റഡായി. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ മൊബൈലിൽ പ്ലേ ചെയ്യുന്ന എല്ലാം നമുക്ക് ഇതിൽ കൂടെ കേൾക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പാട്ട് നമുക്കിതിൽ പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പവർ ആമ്പ് ഓൺ ചെയ്തിട്ടുണ്ട്. പവർ ആമ്പിൽ നിന്ന് ഒരു പാട്ട് പ്ലേ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പ്ലേ ചെയ്ത പാട്ട് കേട്ടു. വളരെ നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ ഈസിയാണ് സെറ്റപ്പ് ചെയ്യാൻ. അപ്പോൾ നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ വളരെ നല്ല സൗണ്ട് ക്വാളിറ്റി. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ, ഇപ്പോൾ കേട്ട പോലെ തന്നെ വളരെ നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് ഈ ആംപ്ലിഫയർ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല ക്ലാരിറ്റിയാണ് വരുന്നത്. നല്ല എന്താ പറയുക, നല്ല ബേസും ഉണ്ട്. ടോപ്പ് എൻഡും വളരെ നല്ലതാണ്. വോക്കൽസും അത്യാവശ്യം നല്ല വോക്കൽസും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വളരെ ഈസിയാണ് സെറ്റപ്പ് ചെയ്യാൻ. നമുക്ക് ഈ 3 കണക്ഷൻസാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ആ കണക്ഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് ആൾമോസ്റ്റ് നമ്മുടെ സെറ്റപ്പായി ആംപ്ലിഫയർ. പിന്നെ നമുക്കിതിൽ USB പ്ലേ ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്, ഇതിൽ FM-ൻ്റെ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഡിസ്ക് പ്ലേ ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഇതിൽ തന്നെയുണ്ട്. നമുക്ക് വേറെ സെപ്പറേറ്റ് ബോർഡ് വെക്കേണ്ട, അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇതെല്ലാം തന്നെ നമുക്ക് ഈ റിമോട്ടിൽ നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് പാട്ടിൻ്റെ വോളിയം കൂട്ടുക, കുറയ്ക്കുക, അല്ലെങ്കിൽ മോഡ് മാറ്റുക. ഈക്വലൈസർ ഉണ്ട് ഇതിൽ. അതുപോലെ തന്നെ നമ്മുടെ പാട്ട് നെക്സ്റ്റ് പാട്ടിലേക്ക് ചേഞ്ച് ചെയ്യാനും നമുക്ക് ഇതിൽ നിന്ന് തന്നെ പറ്റും. നമ്മളിപ്പോൾ ഒരു മൊബൈലിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ കുറേ പാട്ടുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ നെക്സ്റ്റ് അടിച്ച് നമുക്ക് പോകാം. നമ്മുടെ മൊബൈലിൽ വീണ്ടും പോയി എടുക്കേണ്ട ആവശ്യമില്ല. മൊബൈൽ ഇതായിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. നമുക്ക് ഇരിക്കുന്ന ചെയറിൽ നിന്നോ നമ്മുടെ ബെഡിൽ നിന്നോ അവിടെ നമ്മൾ കിടന്ന് പാട്ട് കേൾക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ ഇതിൽ നമുക്ക് പാട്ട് മാറ്റാൻ പറ്റും. ഈവൻ യൂട്യൂബിൽ വരെ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകണമെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മാറ്റാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ ഇതിൻ്റെ ഉണ്ട്. റിമോട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല പവർ ഇത് തരുന്നുണ്ട്. അതായത് 50+50 ആണ് ഇത് പറയുന്നതെങ്കിലും നമുക്കൊരു 25 to 30 വാട്ട്സ് നല്ല ക്ലീൻ വാട്ട്സ് കിട്ടും. അതിന് മുകളിലേക്ക് നമുക്ക് ഡിസ്ട്രോഷൻ വരും. ബിക്കോസ് 50+50 പീക്ക് ഔട്ട്പുട്ട് അവർ പറയുന്നത് THD ടോട്ടൽ ഹാർമോണിക് ഡിസ്ട്രോഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു 30 വാട്ട്സ് 35 വാട്ട്സ് വരെയൊക്കെ നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള സൗണ്ട് കിട്ടും. പക്ഷേ 35 വാട്ട്സ് അല്ലെങ്കിൽ 30 വാട്ട്സ് നമ്മളൊരു വീട്ടിലേക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല പവർ ഔട്ട്പുട്ടാണ്. നമുക്കതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ആക്ച്വലി നമുക്ക് 100 വാട്ടിൻ്റെ 200 വാട്ടിൻ്റെ ഒരു സൗണ്ട് നമ്മുടെ ഒരു വീട്ടിലെ ആവശ്യത്തിന് ഇല്ല. അൺലെസ് നിങ്ങൾക്കൊരു വളരെ വലിയൊരു ഹോള് അല്ലെങ്കിൽ ഭയങ്കര ഹ്യൂജായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് നിങ്ങൾക്കെങ്കിൽ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. നോർമലായിട്ടുള്ള ഒരു വീട്ടിലെ റൂമുകൾക്കോ അല്ലെങ്കിൽ ഹോളിനോ ഒരു 30 വാട്ട്സിൽ കൂടുതൽ സൗണ്ടിൻ്റെ ആവശ്യമേ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിന് AUX സപ്പോർട്ടില്ല. അതായത് ഇതിന് AUX പോർട്ടില്ല. AUX പോർട്ടില്ലാത്ത കാരണം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരിക, നിങ്ങളിപ്പോൾ ഒരു DVD പ്ലെയറിൽ നിന്നാണ് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു CD പ്ലെയറിൽ നിന്ന് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് ഇതിലേക്ക് ബ്ലൂടൂത്ത് വഴി മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. DVD പ്ലെയറിലും CD പ്ലെയറിലും ഒന്നും ബ്ലൂടൂത്ത് സാധാരണ വരാറില്ല. അതുള്ളതാണെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാനും ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ബ്ലൂടൂത്ത് ഇല്ലെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ലാപ്ടോപ്പിൽ ബ്ലൂടൂത്ത് ഉള്ളതുകൊണ്ട് ലാപ്ടോപ്പിലേക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടറിൽ ഒരു ഡോങ്കിൾ അഡീഷണൽ ആയിട്ട് വെക്കേണ്ടി വരും ബ്ലൂടൂത്തിൻ്റെ. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു ഡിസഡ്വാൻറ്റേജ് കൂടിയുണ്ട്. പക്ഷേ ഈ അഡ്വാൻറ്റേജസിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നിങ്ങൾ CD അല്ലെങ്കിൽ DVD യൂസ് ചെയ്യുമ്പോഴാണ് മെയിനായിട്ട് ഈ പ്രശ്നം വരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബോർഡിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഇത് നമുക്ക് ആമസോണിൽ നമുക്ക് ലഭ്യമാണ്. അറൗണ്ട് 1800 റുപ്പീസാണ് ഈ ബോർഡിന് വരുന്നത്. അലി എക്സ്പ്രസ്സിൽ നിങ്ങൾക്ക് വെറും 800 റുപ്പീസിന് ഇത് കിട്ടും. പക്ഷേ ഇതിന് അലി എക്സ്പ്രസ്സിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ഗ്യാരണ്ടി കിട്ടില്ല. നമുക്ക് സാധനം കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. തിരിച്ചയക്കാമെന്നൊക്കെ ഉള്ളത് ബുദ്ധിമുട്ടുണ്ട്.
പിന്നെ ആമസോണിൽ നിന്ന് ആകുമ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ തിരിച്ചു വിടാം എന്നൊക്കെ ഉള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ അതിനൊരു ഗ്യാരണ്ടി ഉണ്ടാവുമെന്ന് ആമസോണിലാകുമ്പോൾ ഉണ്ടാവേണ്ടതാണ്. അത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ TPA 3116 ഓൾ ഇൻ വൺ ബോർഡ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ഡേ.